പോയിക്കോട്ടെ, അവരൊന്ന് പോയിക്കോട്ടെ, സൈഡിലോട്ട് മാറും. ബിന്നി എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസിലൊരു യാത്ര? ഇടിച്ച് കൊല്ലരുത്. ബിഗ് ബോസിലൊരു യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ബൈക്കിലോട്ട് നിന്നാ പറയാം. ഇച്ചിരി ബൈക്കിലോട്ട്, ഒരു കുട്ടിക്ക് ബൈക്കിലോട്ട് ഇരുന്നു. ഓക്കെ, എൻ്റെ കെട്ടിയ വന്നു. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസ്? അടിപൊളിയായിരുന്നു, നല്ലൊരു ജേർണി ആയിരുന്നു, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വാക്കിലൊന്നും പറഞ്ഞാൽ തീരൂല. പിന്നെ ഇപ്പോഴും ബിഗ് ബോസിൽ ഇത്രയും നാൾ നിന്നു ബിന്നി എന്ന് പറഞ്ഞൊരു അങ്ങനെ തോന്നിയായിരുന്നു ഇത്രയും നാൾ നിൽക്കാൻ പറ്റുന്നുള്ളൊരു ക്യാരക്ടർ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ഇതിലും കൂടുതൽ നിൽക്കേണ്ടെന്നാണ് എൻ്റെ കോൺഫിഡൻസ്. പക്ഷേ ആൾക്കാരുടെ തീരുമാനമല്ലേ. പിന്നെ എന്താണ് പുറത്ത് വന്നിരിക്കുന്നത്, എന്താണ് വരാത്തതൊന്നും എനിക്കറിയില്ല. ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ഔട്ട് അനുസരിച്ചിട്ടായിരിക്കും. ഈ പിന്നീട് എവിക്ഷൻ അനുമോളുടെ PR-നെ വ്യക്തമായിട്ട് കാണിക്കുന്ന രീതിയിലാണല്ലോ. അതായത് അനുമോളുടെ PR-നെ പറ്റി ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പുറത്ത് അനുമോളുടെ പുറത്ത് അനുമോൾ നടത്തുന്ന ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഭയങ്കര ഇമ്പാക്ട് ഉണ്ടായ പോലെ തോന്നുന്നു. എനിക്കങ്ങനെ അറിയില്ല. അത് അത്രയും വലിയ PR ആണോ പുറത്ത്, ഇനി അതിൻ്റെ അപ്പുറം കൊടുത്തിട്ടുണ്ടോ, അതിൻ്റെ കുറവാണോ കൊടുത്തിരിക്കുന്നത്, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. അനുമോളുടെ PR വർക്ക് ഉണ്ടെന്ന് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തത് ബിന്നിയായിരുന്നു ബിഗ് ബോസിന്റെ അകത്ത് തന്നെ. ഞാൻ മാത്രമല്ല, എനിക്കത് തെറ്റിദ്ധാരണയാണ് തോന്നുന്നു. പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ അടുത്ത് വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ കേട്ടത്, എൻ്റെ ചെവി കൊണ്ട് കേട്ട കാര്യങ്ങൾ, ഞാൻ കണ്ട കാര്യങ്ങൾ സത്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനി ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് അത് PR കൊടുത്തവരാണ് പറയേണ്ടത്. എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ല, കാരണം തന്നെ ഈ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിന്റെ കഴിഞ്ഞ വീക്കിലൊക്കെ എല്ലാ ഇതുപോലെ തന്നെ ഒരു രീതിയിലും അനുമോൾ എന്നുള്ളൊരു ഗെയിമർ ടാസ്കിലൊക്കെ പരാജയമായിരുന്നു. അപ്പോൾ പുറത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് തന്നെ അനുമോളുടെ PR വർക്ക് കൊണ്ട് മാത്രമാണ് ബിഗ് ബോസിനകത്ത് അനുമോൾ നിലനിന്ന് പോകുന്നതെന്നുള്ളൊരു രീതിയിൽ സംസാരം ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ബിന്നിയുടെ ഇത്തരത്തിലുള്ളൊരു പരാമർശം. അതുകൊണ്ടാണ് അത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അനുമോൾ പെർഫോമർ അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പെർഫോമറാണ്. അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പെർഫോമർ ആണെന്ന് ഞാൻ പറയാം. അതുകൊണ്ടാണ് ബിഗ് ബോസ് അത്തരത്തിലുള്ള ആൾക്കാരെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ അവർ എത്ര നാൾ പെർഫോം ചെയ്യും, ഏതൊക്കെ രീതിയിൽ ഫെയിലാവും. ചിലപ്പോൾ 1 വീക്ക് ഒരാൾക്കൊരു ഹൈപ്പായിരിക്കും, സെക്കൻഡ് വീക്ക് അവർ ഫോൾ ആവും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ഗെയിം, പിന്നെ കിട്ടുന്ന ടാസ്കുകൾ, ഇടുന്ന എഫേർട്ട്, അതൊക്കെ അനുസരിച്ചിരിക്കും. ബിന്നിനെ പോലെ തന്നെ വേറെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ബിന്നിയുടെ പോലെ ഒരു ബോൾഡായിട്ടുള്ളൊരു കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ ചരിത്രത്തിൽ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അത്രത്തോളം ഫേക്ക് അല്ലാത്ത രീതിയിലാണ് ബിന്നിയുടെ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോഴും ബിഗ് ബോസിൽ ഗെയിം കളിക്കാതെ അല്ലെങ്കിൽ ഒരു രീതിയിലും ആളുകൾ കാണാത്ത ആൾക്കാർ ഇപ്പോഴും ബിഗ് ബോസിൽ നിലനിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ സാബുമോനെ സംബന്ധിച്ച് സാബുമോൻ ഒരു രീതിയിലും എങ്ങനെയാണ് ബിഗ് ബോസിൽ ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അതൊക്കെ കാണുമ്പോൾ എന്താ ബിന്നിക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു സാബുമാനെ കുറിച്ചിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം. എനിക്കൊന്ന് സേഫ് ഗെയിമേഴ്സ് എല്ലാ തവണയും ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പം ചില പീരീഡ് ഓഫ് ടൈമിൽ സേഫ് ഗെയിമേഴ്സ് ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് അവർ സ്ട്രാറ്റജി ചേഞ്ചായി നന്നായിട്ട് കളിക്കുന്നവരുണ്ട്. ചിലർ ആദ്യം കളിച്ചിട്ട് സേഫ് ഗെയിമേഴ്സ് ആവുന്നവരുണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ പോയാലേ ആ ഒരു ഇത് പറയാൻ പറ്റും. പുറത്തുനിന്ന് കാണുമ്പം അങ്ങനെ തോന്നാം. സാബുമാൻ പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ അവൻ്റെ ചിരിയും അവൻ്റെ ആക്ഷൻസും ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. ഈ സത്യങ്ങൾ വിളിച്ച് പറയുന്നതുകൊണ്ടാണ് ഈ ബിഗ് ബോസ് പെട്ടെന്ന് പുറത്ത് വരുന്നത്. അങ്ങനെ ബിഗ് ബോസ് എന്നെ പുറത്ത് വിട്ടതാണോ ആൾക്കാർ എന്നെ പുറത്തേക്ക് വിട്ടതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള സത്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കേൾക്കാത്ത കാര്യങ്ങൾ, അഭ്യൂഹങ്ങൾ വെച്ചിട്ട് ഞാൻ സംസാരിക്കാറില്ല. അതിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും എൻ്റെ കൂടെ നിന്ന് അത്രയും കണ്ടസ്റ്റൻസിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് ഞാൻ ഓരോ തവണയും പറയുന്നത്. എനിക്ക് തോന്നുന്നു സത്യങ്ങൾ പറയാം. അപ്പോൾ ഈ സത്യങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. സത്യം പറയുമ്പോൾ പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് വന്നത് ഭയങ്കരമായിട്ട് സത്യം പറയുന്നവരെല്ലാവർക്കും കുറച്ച് പേടിയല്ലേ. എനിക്ക് തോന്നുന്നു അങ്ങനെ ചില പേടികളൊക്കെ പലർക്കും തട്ടിയിട്ടുണ്ടാവാം. ഇപ്പോൾ ടോപ്പ് 5 ബിന്നിയുടെ രീതിയിൽ ടോപ്പ് 5 ബിഗ് ബോസിൽ ആരൊക്കെ ഉണ്ടാവും? അത് ഇനിയല്ലേ ഗെയിം മാറാൻ പോകുന്നത്. കാരണം ഇനിയുള്ള 4 വീക്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. എത്രമാത്രം ഓരോരുത്തരും ഇടുന്ന എഫേർട്ട്, എത്രമാത്രം ഗെയിമിനെ അവർ സീരിയസ് ആയിട്ട് കാണുന്നു, ഗെയിം ഫ്ലോപ്പ് ആവാതെ എങ്ങനെ ഇൻഡിവിജ്വലായിട്ട് കളിക്കാം, ഗ്രൂപ്പ് കളി എങ്ങനെ പൊളിയുമോ ഇല്ലയോ, ഇതെല്ലാം ഇനിയാണ് മാറാൻ പോകുന്നത്. അത് എങ്ങനെയും അൺപ്രഡിക്റ്റബിൾ ആണ് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പം ലീഡായിട്ട് നിൽക്കുന്ന കുറച്ച് പേര്, അതായത് എൻ്റെ കാൽക്കുലേഷന് പുറത്ത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ കുറച്ച് ആൾക്കാർ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ അത് നടക്കണം എന്ന് നിർബന്ധമില്ലല്ലോ. ഇറ്റ്സ് എ ഗെയിം അല്ലേ, മൈൻഡ് ഗെയിം അല്ലേ. ബിന്നിനെ സംബന്ധിച്ച് ബിഗ് ബോസിൽ ബിന്നിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആയ ഒരു വ്യക്തി ആരായിരിക്കാം? നെവിനാണ്. എന്തുകൊണ്ടാണ്? നെവിൻ മീൻസ് എന്താ പറയുക, നമുക്ക്
ചിലർക്ക് ചായ ഭയങ്കര അഡിക്റ്റാണ്, 2 നേരം കുടിച്ചില്ലെങ്കിൽ മിസ്സാവുന്ന പോലെ. നെവിൻ അവിടെ ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവാണ്. അത് നെവിൻ്റെ ഒരു എനർജി, നെവിൻ്റെ ഒരു ഫണ്ണി വേ ഓഫ് ടോക്കിംഗ്, എൻ്റർടൈൻമെൻറ്റ്, അവൻ്റെ ഒരു വേ ഓഫ് അതൊരു ഡിഫറെൻ്റ് ആണ്. അത് ബാക്കിയുള്ളവരുടെ എല്ലാവരെക്കാട്ടിലും ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. ഇപ്പം ഇത്ര ദിവസം നിന്നതിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് തോന്നിയ ഒരു പേഴ്സൺ ആരായിരിക്കാം? ഏത് രീതിയിലും എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടും നല്ലതായിട്ടും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരാളെ മാത്രം എടുത്ത് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ഗെയിം അല്ലേ. എല്ലാവർക്കും പോസിറ്റീവ് സൈഡ് ഉണ്ടായിട്ടുണ്ട്, നെഗറ്റീവ് സൈഡ്സും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതെല്ലാം കണ്ടുവന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഒരാളെ മാത്രം അങ്ങനെ കോർണർ ചെയ്ത് പറയണമെന്ന് താല്പര്യമില്ല. അതുപോലെ ഈ കുത്തിത്തിരിപ്പ് പരാമർശം ഭയങ്കരമായിട്ട് ഇപ്പോൾ വൈറലായിട്ടുണ്ടായിരുന്നു. താങ്കൾ തന്നെ പറഞ്ഞല്ലോ പരാമർശം, ഇതൊരു ഗെയിമല്ലേ, അപ്പോൾ പരാമർശിക്കട്ടെ, അതൊരു പാർട്ട് ഓഫ് ഗെയിമാണ്. അത് ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കാണുന്ന ഓഡിയൻസ്, ഫുൾ എപ്പിസോഡ്സ് കാണുന്ന 24/7 കാണുന്ന പ്രേക്ഷകർ കണ്ടിട്ട് പറയട്ടെ, ഞാനാണോ അത്ര പേര് കിട്ടാൻ ഡിസേർവ്ഡ് ആണോ അല്ലയോ. പലരും ഹൗസിലുള്ള പലരും മാറ്റി പറഞ്ഞിട്ടുണ്ട് അത്. സോ ഇറ്റ്സ് എ ഗെയിമിൻ്റെ പാർട്ട് ഓഫ് അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഒരാൾ ഒരു പേരിട്ട് തന്നു, പക്ഷെ അത് ഞാൻ അർഹിക്കുന്നില്ല എന്നുള്ളത് അവിടുന്ന് തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചിട്ട് ഇറങ്ങി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം, അതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. ഇത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ 6ാമത്തെ സീസണിലായിരുന്നു നമുക്ക് PR വർക്ക് എന്നുള്ള രീതിയിൽ എല്ലാവരും സംസാരിച്ച് തുടങ്ങിയത്. പക്ഷേ ബിഗ് ബോസ് 7 അകത്ത് നിന്ന് ബിന്നി സ്ട്രോങ് ആയിട്ട് PR വർക്കിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പുറത്ത് ബിന്നിക്കെതിരെ ഒരു ഗെയിമറിനെ മാത്രം ആൾക്കാർ ബിന്നിയുടെ അക്കൗണ്ടിലും ബിന്നിയുടെ ഹസ്ബൻഡിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് സൈബർ ബുള്ളിങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വ്യാജ ഡോക്ടർ എന്നുള്ള രീതിയിൽ തന്നെ ഒരു തലക്കെട്ടോടെയാണ് ബിന്നിനെ എല്ലാവരും പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരു ടാർഗറ്റായിട്ട് ബിന്നിനെ ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട് ബിന്നിക്ക്. അത് ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന് താങ്കൾ ഇപ്പോൾ പറയുമ്പോഴാണ് അറിയുന്നത്. ഞാൻ ഇപ്പോൾ പുറത്തോട്ട് വന്നാലേ ഉള്ളൂ. ബിഗ് ബോസ് ഒരു ടാസ്ക് തന്നു. മുമ്പ് ഞങ്ങൾ പലതവണ PR-നെ പറ്റി അതിൻ്റെ ഉള്ളിൽ സംസാരിച്ചത് കൊണ്ടായിരിക്കണം, അതോ ഇനി പുറത്ത് എന്തെങ്കിലും കോൺട്രവേഴ്സീസ് നടന്നിട്ടുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ടാസ്ക് ബിഗ് ബോസ് തന്നു. അതിനെപ്പറ്റി എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ നേരിട്ട് കേട്ടത് കൊണ്ടിട്ടാണ് ഞാൻ അത്രയും ഷുവറായിട്ട് ഞാൻ പറഞ്ഞത്. പിന്നെ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടെയുള്ളവർ വിശ്വസിക്കും. ബിക്കോസ് ഞാൻ ഇല്ലാത്തൊരു കാര്യം അങ്ങനെ ഉണ്ടാക്കി പറയാറില്ല. അതുകൊണ്ടായിരിക്കും അത് ഭയങ്കര ഒരു ബൂമായി പോയത്. പക്ഷേ PR ചെയ്യുന്നത് ഒരു പരിധി വരെ തെറ്റല്ല, അതൊരു പ്രൊമോഷൻ അല്ലേ. ലൈക്ക് നിങ്ങൾ എല്ലാ മീഡിയ ഫീൽഡിലുള്ളവരല്ലേ, തെറ്റല്ല. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു കണ്ടസ്റ്റൻസ് വിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു സീസൺ കഴിയുമ്പോഴേ നമുക്കറിയാം. അതുകൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരു കണ്ടസ്റ്റൻറ്റ് വിൻ ചെയ്യുമെന്ന്. എനിക്ക് പോകുന്നവരെ എൻ്റെ അറിവിൽ ഞാൻ കൊടുത്തിട്ടില്ല. ഇനി വന്നതിന് ശേഷം ഇനിയും തപ്പി കണ്ടുപിടിക്കാൻ എനിക്കുണ്ടോന്ന്. പിന്നെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് 7 സംബന്ധിച്ച് പല രീതിയിലുള്ള ഒരു അലിഗേഷൻസ് ഒക്കെ ആയിരുന്നു പുറത്ത് നടന്നുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ വിഷയമായിരുന്നു, ആദ്യത്തെ വിഷയം അനുമോള് സദാചാരം എന്നുള്ള രീതിയിൽ ജിസൈൽ ആര്യൻ എൻ്റെ ഒരു വിഷയം. അതുപോലെ തന്നെ ലക്ഷ്മി LGBT കമ്മ്യൂണിറ്റിയെ പറ്റി സംസാരിച്ചത്. ഇവർ ഇപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിൽ. ഇത്തരത്തിലുള്ള ഗെയിമറൊക്കെ ഇപ്പോഴും ബിഗ് ബോസിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ബിഗ് ബോസ് നൽകുന്ന സന്ദേശം എന്തായിരിക്കും, അല്ലെങ്കിൽ ഓഡിയൻസ് എന്തായിരിക്കും ഇവർ ചെയ്യുന്നതൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്? ഈ അകത്ത് പോയിരിക്കുന്ന കുറച്ച് പേര് പുറത്തുള്ള ജനങ്ങളുടെ പ്രതിനിധീകരിച്ചിട്ടല്ലേ പോയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ പുറത്തുള്ള പ്രേക്ഷകർക്കും ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഉണ്ടാവും. അതിലേതാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗം പറയൂ എന്നുള്ളതേ ഉള്ളൂ. അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക, അല്ലാത്തവരല്ലാതിരിക്കുക. ആരെയും എന്താ പറയുക, ഒരു വോയിസ് ഔട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അവരത് വോയിസ് ഔട്ട് ചെയ്യുന്നു. കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിക്കട്ടെ, തിങ്ക് ചെയ്യട്ടെ. ഇതൊക്കെ വെച്ചിട്ട് കൂടുതൽ ചിന്തിച്ച് അവരൊരു തീരുമാനത്തിലേക്ക് എത്തട്ടെ, മീൻസ് ശരിയായ ഒരു തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്നേ പറയാനുള്ളൂ. ഷാനവാസിൻ്റെ നാക്ക് ശരിയല്ല എന്നുള്ള അതിനെക്കുറിച്ച് എന്താണ് പറയുക? എല്ലാവരുടെയും നാക്ക് ശരിയല്ല പൊതുവേ. പിന്നെ അവിടെ വരുമ്പോൾ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പഠിക്കും. ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഒരു കൊട്ട് തരും, കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നിന്നു, ഇല്ലെങ്കിൽ പെട്ടെന്ന് വരേണ്ടി വരും. ആ കാരണം കൊണ്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പം സൂക്ഷിച്ച് കളിക്കുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരല്ലേ. അതിനെ എത്രമാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പം എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻസ് ആണ് അനീഷ് എന്ന് പറഞ്ഞൊരു കോമണർ. ആൾ ശരിക്കും ഫേക്കാണോ? അത് ശരിക്കും ഫേക്കാണോ ശരിയാണോ എന്നുള്ളത് ശരിക്കും ഇതുവരെ എന്താ പറയുക, എനിക്ക് എന്താ തോന്നിയ ആളുടെ റിപ്പീറ്റേഷൻ ആയിട്ടുള്ളൊരു സംസാരം, അല്ലെങ്കിൽ ആൾക്കൊരു യൂണിഫോം ഉണ്ട് ഓരോ കാര്യത്തിലായാലും, ഇരിക്കുന്ന സീറ്റ് പോലും അവിടെ തന്നെ എപ്പോഴും വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും മാറ്റം വരട്ടെ. ബാലിഷ്യമായ കുറച്ച് വാശികളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്. അത് തന്നെയാണ് ആളെന്ന് ആള് പറയുന്നു.
അതാണോ ഇല്ലയോ ഞങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾ അത് കണ്ട് പൊളിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ആരും അനീഷേട്ടനെ. അനീഷേട്ടൻ്റെ തോന്നലാന്ന് തോന്നുന്നു ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അഥവാ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു കോമഡർ, നിങ്ങൾ അഭിനയിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ ആർട്ടിസ്റ്റാണ്, നിങ്ങളെല്ലാവരും അറിയാം. ഒരിക്കലും അനീഷേട്ടനെ ടാർഗറ്റ് ചെയ്യോ കോർണർ ചെയ്യോ അനീഷേട്ടൻ ഒരു കഴിവില്ലാത്ത ഒരാളാണ് ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. അനീഷേട്ടൻ നല്ല കഴിവുള്ള ഒരാളാണ്, റീൽസ് ചെയ്യുന്ന ഒരാളാണ്, അങ്ങനെയൊക്കെ മീഡിയ പ്രവർത്തനാണ്, ഒരു ന്യൂസ് റീഡറൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കോർണർ ചെയ്തിട്ടില്ല. ചേട്ടനാണ് എപ്പോഴൊക്കെയോ ഇങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എവിടെയോ അടിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. അത് വെച്ച് ഞങ്ങൾ പല തർക്കങ്ങളും വരുമ്പോൾ പലതും പറഞ്ഞിട്ടുണ്ട്. അതവിടെ കഴിഞ്ഞു. ശരിക്കും ആളെന്താന്നുള്ളത് ആർക്കറിയാം. ഈ ബിന്നിനെ സംബന്ധിച്ച് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഉള്ള ബിന്നി ഒരു ഏഷ്യാനെറ്റിലെ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു. ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ലെജൻഡ് ആയിട്ടുള്ള ഒരാളാണ്. ബിന്നിക്ക് എന്ത് തോന്നുന്നു? വലിയ പേരൊന്നും ഇട്ട് വിളിക്കരുത്. അല്ല, എന്ത് തോന്നുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത് വലിയ പ്ലാറ്റ്ഫോമിൽ എന്നെ സംബന്ധിച്ചിട്ട് ഏഷ്യാനെറ്റും ബിഗ് ബോസും എനിക്ക് ആകെ 2 വർഷത്തെ മീഡിയ ലൈഫേ ഉള്ളൂ. 2 വർഷത്തെ എൻ്റെ സീരിയൽ കാണുന്ന കുറച്ച് പ്രേക്ഷകരെ വിശ്വസിച്ചും ഒക്കെയാണ് ഞാൻ അകത്തേക്ക് പോയത്. അവർ തന്ന സ്നേഹവും ഒക്കെ കൊണ്ടിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആൾക്കാർക്ക് അറിയാം, പരിചയമായി എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ ആശയങ്ങളോട് യോജിക്കുന്നവരും കാണും, അല്ലാത്തവരും കാണും. എല്ലാവരോടും സ്നേഹം മാത്രം. ഇത്ര നാൾ നിന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണ്ടിയിട്ടാണ്. ഇപ്പം ഇത്രയും ചേട്ടന്മാരും ചേച്ചിമാരും എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അത് കാണുമ്പോൾ തന്നെ ഒരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ബിഗ് ബോസ് കാരണം. ബിഗ് ബോസ് കാരണം സ്വഭാവത്തിൽ എന്തും എവിടെയും ശക്തമായി പ്രതികരിക്കാനും വിളിച്ചു പറയാനും ആരുടെ മുഖത്ത് നോക്കാതെ സംസാരിക്കാനും ഉള്ളൊരു ധൈര്യം കൂടിയിട്ടുണ്ട്, പണ്ടത്തേതിലും കൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ. ബിന്നിനെ സംബന്ധിച്ച് ബിന്നിക്കായിരുന്നു ഏറ്റവും ഭാഗ്യവാൻ. കാരണം വെച്ചാൽ ബിന്നിയുടെ ഭർത്താവ് 3 ദിവസം എന്ന് പറയാം, അത് ഞങ്ങൾ കഷ്ടപ്പെട്ട് ടാസ്ക് കളിച്ച് എന്തായാലും ബിന്നിയുടെ ഭർത്താവ് എല്ലാം കൂടി ഒന്നിച്ച് വന്നതുകൊണ്ട് അതൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു അത് അടിപൊളിയായിരുന്നു. ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലെ ക്യാപ്റ്റൻസി കിട്ടിയ കൂട്ടത്തിൽ ആ ഫാമിലി വീക്ക് വരിക, അപ്പോൾ അതെല്ലാം കൂടി ഇരട്ടി മധുരം പോലെ ആയിരുന്നു എനിക്ക്. അതൊരു അടിപൊളി ഡ്രീമി സീക്വൻസുകളായിരുന്നു. ബിഗ് ബോസ് ഹൗസിലെ മെമ്മറീസ് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു അനുഭവമായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പ്ലാൻസ് എന്തൊക്കെയാണ്? സിനിമ നോക്കുന്നുണ്ടോ? ഇത് കണ്ടിട്ട് തന്നെ ആരെങ്കിലും സിനിമയിൽ എടുക്കണമെന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം, അത്രേ ഉള്ളൂ. പിന്നീട് പല പല ക്യാരക്ടറൊക്കെ അവിടെ കണ്ടിരുന്നു. ഒരു വില്ലത്തി ക്യാരക്ടറായിരുന്നോ? എല്ലാം ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്കറിയില്ല എന്തൊക്കെയാ പുറത്ത് വന്നിരിക്കുന്നുള്ളത്. ബിന്നിക്ക് ഇപ്പോഴും അവിടെ കുറച്ചുകൂടെ അറ്റാച്ച്ഡ് ആയിട്ട് തോന്നുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ കറൻ്റ്ലി എല്ലാവരുമായിട്ടും ഒരു കൈൻഡ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്. കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ നെവിനോടാണ്. നൂറ, നെവിൻ, അനുമോൾ എല്ലാവരുമായിട്ടും നല്ലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു. ബിഗ് ബോസ് കപ്പ് അടിക്കാൻ ചാൻസ് ഉള്ള ആരായിരിക്കാം? അത് ഞാൻ പറഞ്ഞില്ല, അത് അൺപ്രഡിക്റ്റബിൾ ആണ് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും ടോപ്പ് 5 ആരൊക്കെ ഉണ്ടാവും പറഞ്ഞാൽ മതി. എൻ്റെ ഒരു ഗസ് അനുസരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ പേര് നെവിൻ, അക്ബർ, അനീഷ്, അനുമോൾ ആൻഡ് മേ ബി ആര്യൻ ഓർ അങ്ങനെ ആരും വരാം. ഇത് ഇനിയാണ് ഗെയിം മാറാൻ പോകുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഭാവിയിൽ നല്ല സിനിമകൾ കിട്ടിട്ട് ബിഗ് ബോസ് ഒരു തുടക്കം മാത്രമായി മാറും. ഇനി നമ്മൾ എപ്പോഴും കണ്ടുമുട്ടിട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. താങ്ക് യു. ചേട്ടാ ആളെ കിട്ടിക്കും. ഇങ്ങനെ എടുക്കാൻ പറ്റൂലേ? ഇതെന്തത്? Snickers, can you eat Snickers? ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. എല്ലാവരും നിർത്തിക്കൂടെ? ഓൾ ദി ബെസ്റ്റ്.